ഗോഡ്സില്ല -1 ഗോഡ്സില്ല എക്സ് കോങ് ആർട്ടിക്കിൾ 370 OTT ഇന്നും നാളെയുമായിട്ടുള്ള OTT ഈ ആഴ്ചയിലെ OTT ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് ഗോഡ്സില്ല -1 എന്ന ജാപ്പനീസ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമ മെയ് 3-ന് ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടി ജാപ്പനീസ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മികച്ച കളക്ഷനൊക്കെ നേടി ബെസ്റ്റ് വിഷ്വൽ എഫക്റ്റിനുള്ള ഓസ്കാർ അവാർഡ് നേടിയ ഒരു സിനിമ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സിനിമ ഇംഗ്ലീഷ് ഭാഷയിലും മറ്റ് ഭാഷകളിലും OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗോഡ്സില്ല എക്സ് കോങ് എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ സിനിമ മെയ് 13-ന് ഇന്ത്യക്ക് പുറത്ത് VOD ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യും. VOD റിലീസിന് ശേഷം മെയ് 14-ന് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോ സ്ട്രീം എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ മറ്റ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല. 20 കോടി ബഡ്ജറ്റിൽ വന്ന് മികച്ച അഭിപ്രായങ്ങൾ നേടി 110 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് ആർട്ടിക്കിൾ 370. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഏപ്രിൽ 19-ന് ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്നാണ്. അൺഒഫീഷ്യൽ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. നീലരാത്രി എന്നൊരു മലയാളം ഹൊറർ സിനിമ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമ സൈന പ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ ഏപ്രിൽ 19-ന് മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഗോപി ചന്ദ്, പ്രിയ ഭവാനി, മൽവിക ശർമ്മ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമെത്തുന്ന മാസ് ആക്ഷൻ അഡ്വഞ്ചർ തെലുങ്ക് സിനിമയാണ് ഭീമ. സിനിമ ഏപ്രിൽ 25-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററുകളിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഒരു സിനിമ കൂടിയാണിത്. ജയം രവി നായകനാകുന്ന സൈറൻ എന്ന ക്രൈം ത്രില്ലർ തമിഴ് സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 19-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മികച്ച അഭിപ്രായങ്ങൾ നേടി വിജയിക്കാതെ പോയ ഒരു സിനിമ കൂടിയാണിത്. റിബൽ മൂൺ പാർട്ട് 2 എന്ന ആക്ഷൻ അഡ്വഞ്ചർ ഹോളിവുഡ് സിനിമ മറ്റന്നാൾ ഏപ്രിൽ 19-ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ജം എന്നൊരു തെലുങ്ക് റൊമാന്റിക് ആക്ഷൻ സിനിമ നാളെ ഏപ്രിൽ 18-ന് ETV വിൻ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. രാജ്പാൽ യാദവ് കേന്ദ്ര കഥാപാത്രമെത്തുന്ന യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഒരു ഹിന്ദി സിനിമയാണ് കാം ചോള ഹെ. സിനിമ ZEE5-ലൂടെ ഏപ്രിൽ 19-ന് ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് സീരീസ് അപ്ഡേറ്റുകളാണ്. അണ്ടർ ദി ബ്രിഡ്ജ് എന്ന ഇംഗ്ലീഷ് ബയോഗ്രഫിക്കൽ ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസ് ഇന്ന് ഹുളു പ്ലാറ്റ്ഫോമിലൂടെ ആദ്യ 2 എപ്പിസോഡുകളായിട്ട് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ബാക്കി 6 എപ്പിസോഡുകൾ ഓരോ ആഴ്ചകളിലും ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. ദ അപ്പ് ഷോസ് എന്ന ഇംഗ്ലീഷ് കോമഡി സീരീസിന്റെ 5ാമത്തെ സീസൺ നെറ്റ്ഫ്ലിക്സിലൂടെ നാളെ ഏപ്രിൽ 18-ന് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്.